ओम जय साई राम। नमः शिवाय। यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहं परित्राणाय साधूनां विनाशाय च दुष्कृतां धर्म संस्थापनार्थाय സംഭവാമി യുഗേ യുഗേ. ഈ അധ്യായം തന്നെ സംഭവാമി യുഗേ യുഗേ എന്തിനു വേണ്ടിയിട്ടാണ്? അധർമ്മം കൊടികുത്തി വാഴുമ്പോൾ ഋഷീശ്വരന്മാർ യഥാസമയം വന്നുകൊണ്ടിരിക്കും. അതുപോലെ കലിയുഗത്തില് ഈ അധർമ്മം വാഴുമ്പോൾ അതിനെ മാറ്റിയെടുക്കാനായിട്ട് വന്ന ഒരു ഋഷീശ്വരൻ കൂടിയാണ് സായി ഭഗവാൻ. ആ സായി ഭഗവാൻ എവിടുന്ന് വന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള, എങ്ങനെ വന്നു, എവിടുന്ന് വന്നു, ആരാണ്, ജാതിയുണ്ടോ, മതമുണ്ടോ, ഇതെല്ലാമാണ് ഈ അധ്യായത്തിൽ, 4-ാം അധ്യായത്തിൽ പ്രധാനമായിട്ടും വിവരിക്കുന്നത്. ധർമ്മത്തെ സ്ഥാപിക്കുക എന്നതാണ് ഈ ഋഷീശ്വരന്മാർ വരുന്നതിന്റെ പ്രധാന ലക്ഷ്യം. തങ്ങളുടെ ജീവിതത്തിലൂടെ അവർ അക്കാര്യം സാധിച്ചു. പ്രേമസ്വരൂപനാകുന്നു ഭഗവാൻ, നമ്മളുടെ സായി ഭഗവാൻ. അവിടത്തെ വർണ്ണിക്കാൻ ആർക്കും ഒന്നിനും ആവുകയില്ല. തൃപ്പാദങ്ങളെ ശരണാഗതിയാവുക എന്ന് മാത്രമാണ് ഏകമാർഗം, പ്രത്യേകിച്ച് ഈ കലിയുഗം. ഈ ഗ്രന്ഥരചനയ്ക്കുള്ള പ്രചോദനം സായീശ്വരൻ നൽകിയതാണ്. അതുകൊണ്ട് ഇത് ആർക്കും അടുക്കും ചിട്ടയുമായി ഈ അധ്യായം ഭഗവാൻ എവിടുന്ന് വന്നു എന്നുള്ളതാണ്. മഹായോഗേശ്വരനായ ശ്രീ സായിനാഥൻ യോഗമംഗളത്തിനായി ഗോദാവരി തീരത്ത് ഒരു ദിവസം പ്രത്യക്ഷനായി. തന്റെ ജീവിതത്താൽ ശുദ്ധിയെ പരിപാവനമാക്കി. ഇതാണ് ശുദ്ധിയില് ഭഗവാൻ വന്നതായി പറയുന്ന ഏക കാര്യം. അദ്ദേഹം എവിടുന്ന് വന്ന് എന്തുവന്നു ആർക്കും ഒന്നും അറിയില്ല. പക്ഷെ ഒരു ദിവസം 13 വയസ്സായിട്ടുള്ള ഒരു ബാലൻ ശുദ്ധിയിൽ പ്രത്യക്ഷനായി ഒരു കക്കണ വേപ്പിന്റെ മരത്തിന്റെ ചോട്ടിൽ ഇരിക്കുകയാണ്. ഇതാണ് പ്രധാനമായിട്ടുള്ള ഭഗവാന്റെ വരവിനെ കുറിച്ച് പറയുന്ന മഹത്വം. സത്യസാര സർവസ്വമായിരുന്നു സായീശ്വരൻ. ദുഷ്കരമായ സംസാരത്തെ അവിടുന്ന് കീഴടക്കി. പരമശാന്തിയായിരുന്നു അവിടുത്തെ അലങ്കാരം. ശാന്തിയും സമാധാനവുമാണ് നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് വേണ്ടത്. അതിൻ്റെ അന്തസത്തയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആധാരമാണ് ഭഗവാൻ സായീശ്വരൻ. നിന്ദാസ്തുതികളെ അവിടുന്ന് ഗവനിച്ചില്ല. നമുക്കറിയാലോ, എത്ര നല്ലതായാലും കുറ്റം പറയുന്ന കുറെ ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ശബ്ദങ്ങളൊന്നും ആരെല്ലാം എന്തൊക്കെ പറഞ്ഞാലും, ദോഷം പറഞ്ഞാലും ഭഗവാൻ അതിനൊന്നും ഗവനിച്ചില്ല. ഈ ലോകത്തിലോ പരലോകത്തിലോ ഒന്നിനോടും അവിടത്തേക്ക് അല്പം പോലും താല്പര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ലോകത്തെന്ന് പറയുന്നത് നമ്മളിപ്പോൾ സംസാരസാഗരമാകുന്ന ഈ ലോകം, അതുപോലെ സമാധി ആയതിനു ശേഷമുള്ള പരലോകത്ത് അദ്ദേഹത്തിന് ഭഗവാന് യാതൊന്നിനോടും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. സാധാരണക്കാരോട് അവിടുന്ന് ഇടപഴകി. നമുക്കറിയാം, ഇന്ന് പല യോഗീശ്വരന്മാരും വലിയ വലിയ സ്ഥാനങ്ങളിലിരിക്കുമ്പോൾ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി വരിക എന്ന് പറഞ്ഞത് വളരെ വിരളമാണ്. ഭഗവാൻ അങ്ങനെയല്ല, സാധാരണക്കാരുടെ കൂടെയാണ് ഭഗവാൻ ഉണ്ടായിരുന്നത്. അവരോട് കൂടിച്ചേർന്ന് നൃത്തവിലാസങ്ങൾ കണ്ടു. അവരുടെ കൂടെ അവർ ചെയ്യുന്ന ഡാൻസും പാട്ടും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് ഭഗവാൻ അവിടെ ഉണ്ടായി. പക്ഷെ ഇതൊന്നും അവിടുത്തെ ശരീരത്തിന് തെല്ലും ഇളക്കം വരുത്തിയില്ല. അദ്ദേഹത്തിന്റെ എന്താ പറയാ, സ്വന്തമായി ഉള്ളൊരു തലം ഉണ്ടല്ലോ, ആ തലത്തിന് ഇവരുടെ ഡാൻസും പാട്ടൊന്നും ധ്യാനിച്ചിരിക്കുക അല്ലെങ്കിൽ യോഗാവസ്ഥയിലിരിക്കുക, ഇതിനൊന്നും ഈ ഇവരുടെ ആട്ടവും പാട്ടൊന്നും ഭഗവാന് യാതൊരു കാരണവശാലും തടസ്സമായിരുന്നില്ല എന്നാണ് പറയുന്നത്.
സായി ആരാണ്, ഏതാണ് ആശ്രമം, ഇതൊന്നും ആർക്കും ഒരു കിട്ടില്ല, ആർക്കും അറിയില്ല. മിക്കവാറും ഭഗവാൻ ഒരു മസ്ജിദ് ഉണ്ട് അവിടെ, ഇന്ന് വിളിഞ്ഞ് നടക്കുന്ന ഒരു മസ്ജിദ്, അവിടെയായിരുന്നു താമസിച്ചിട്ടുണ്ടായത്. ലോകത്തിലെ ഏത് കോണിൽ നടക്കുന്ന ഏതൊരു കാര്യവും അതാത് സമയം തന്നെ ഭഗവാൻ അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഭഗവാൻ അവിടെ ഇരുന്നിട്ട് ജനങ്ങളോട് ധാരാളം കഥകൾ പറഞ്ഞു. ഭഗവാന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കഥകൾ, അങ്ങനെ ആ കഥകളൊക്കെ ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കും. കൃപാലുവായ സായി ഏറ്റവും എളിയവനെയും സ്നേഹിച്ചിരുന്നു. പ്രേമം മാത്രമാണ് ഇതിനുള്ള പ്രധാന കാരണം. ഭഗവാൻ എല്ലാവരെയും പ്രേമിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നത്. സിദ്ധനായ സായി സാധകനെ പോൽ പെരുമാറി. എളിയവനും അഹംഭാവരഹിതനുമായിരുന്നു ഭഗവാൻ. തീരെ അഹംഭാവമില്ലാത്തവനായിരുന്നു അർത്ഥം. എളിയവനുമായിരുന്നു. നമുക്കറിയാലോ, ഭഗവാൻ പൊതുവെ എല്ലാവരോടും ഏറ്റവും കൂടുതൽ അടുത്തിടപെടുന്ന ഒരു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരായിട്ട് കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഭഗവാന്റെ തൃപ്പാദത്താൽ ശ്രദ്ധി പൂർണ്ണമായും അനുഗ്രഹീതമായി. ഭഗവാൻ ശ്രദ്ധയിൽ വന്നോട് കൂടിയിട്ട് വളരെ ദുരിതം അനുഭവിക്കുന്ന ഒരു ഗ്രാമമായിരുന്നു ശ്രദ്ധി. ഭഗവാൻ അവിടെ വന്നോട് കൂടിയിട്ട് അവിടെ അനുഗ്രഹീതമായി എന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയിലെ ജനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ശ്രുതിയിലാണുള്ളത്. ആ ശ്രുതിവാസികൾക്ക് പണ്ഡരപുരിയും ജഗന്നാഥപുരിയും ദ്വാരകയും അതുപോലെ കാശിയും ഗയയും എന്തിനു വേണ്ട ഈ ഭാരതത്തിലെ സർവ്വക്ഷേത്രങ്ങളും അവരെ സംബന്ധിച്ചിട്ട് ശ്രുതിയായിട്ട് മാറി. ഭഗവാന്റെ വരവ് ആ ശ്രുതി ജനങ്ങൾക്ക് അത്രയധികം ആഹ്ലാദം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സമാധിസ്ഥമായ മനോഹര രൂപം ദർശിക്കുന്ന വേളയിൽ ഒരുവനെ അവന്റെ എല്ലാ പാപവും നശിക്കുന്നു. ആ ഭഗവാന്റെ തിരുരൂപം ദർശിക്കുന്നതോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ പാപവും നശിക്കുന്നതാണ്. ഈ കാലത്ത് ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും നശിക്കുന്നു എന്നാണ് പറയണത്. ഏത് ദുഷ്ടനും ശുദ്ധഹൃദയനാകുന്നു. എത്ര ദുഷ്ടഹൃദയം ഉണ്ടായാൽ തന്നെയും ഭഗവാനെ ദർശിക്കുന്ന വേളയിൽ അയാൾ ശുദ്ധനാകുന്നു എന്നാണ് പറയുന്നത്. തങ്ങളുടെ ജീവിതം സാഫല്യം നേടിയതായി അവർക്ക് അനുഭവപ്പെടുന്നു. അവരുടെ ജീവിതം ഭഗവാനെ കാണുന്ന വേളയിൽ തന്നെ സാഫല്യം അടഞ്ഞു എന്നാണ് അവർ വിചാരിക്കുന്നത്. സായി സമാജ ദർശനത്തിന്റെ ഫലം ഇത്രയെങ്കിൽ അവിടുത്തെ അപ്പൊ ഇതൊക്കെയാണ് സായിയുടെ ദർശനം കൊണ്ട് കിട്ടുന്ന മഹാഭാഗ്യമെങ്കിൽ, ഏത് സമാധിയായതിനു ശേഷം ആ ഭഗവാന്റെ തിരുരൂപം കാണുന്ന സമയത്ത് മനുഷ്യർക്ക് ലഭിക്കുന്ന ആ അനുഭവങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിൽ, ഭഗവാന്റെ കൂടെ ജീവിച്ച ആൾക്കാരുടെ സ്ഥിതി പറയാനുണ്ടോ? അതാണ് പറയുന്നത്. ഭഗവാന്റെ കൂടെ ജീവിച്ച ആൾക്കാരുടെ മഹാഭാഗ്യം പറയാന്ന് പറഞ്ഞാൽ എളുപ്പമാവില്ല. കാരണം ഭഗവാന്റെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ മഹാഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരന് ലഭിക്കുന്നതല്ല. അന്നുള്ള ആൾക്കാർക്ക് ലഭിച്ചിട്ടുള്ള കാര്യത്തിനെ കുറിച്ചിട്ടാണ് അന്ന് പറയുന്നത്. അങ്ങനെ ഭഗവാന്റെ ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമുക്ക് വിവരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഗൗരി ഭുവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൃദ്ധൻ സാധാരണ സ്ഥിരമായിട്ട് എല്ലാ വർഷവും ഭഗവാനെ ദർശിക്കാനായിട്ട് വരും. അങ്ങനെ ഭഗവാനെ ദർശിക്കാനായിട്ട് വരുന്ന അദ്ദേഹത്തിന് ഭഗവാൻ ഒരു വിഠൽ രൂപത്തിലാണ് എന്നാണ് അദ്ദേഹം പറയണത്. ഇദ്ദേഹം എപ്പോഴും രാമകൃഷ്ണ ഹരിനാമം എപ്പോഴും ജപിക്കും. വിഠലിനെ സ്മരിച്ചുകൊണ്ടുള്ള നാം ജപിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അദ്ദേഹം സാക്ഷാൽ വിഠൽ തന്നെ എന്നാണ് ഭഗവാനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ ദാസ് ഗുരുവിനോട് ഒരു ദിവസം പറഞ്ഞു ഭഗവാൻ സപ്താഹം വായിക്കാൻ. സപ്താഹം വായിക്കാൻ പറഞ്ഞപ്പോൾ ദാസ് ഗുരു പറഞ്ഞു, സപ്താഹമൊക്കെ ഞാൻ വായിക്കാം, പക്ഷെ എനിക്ക് വിഠലിന്റെ രൂപം എനിക്ക് കാണണം. പിന്നെ സംശയം ഉണ്ടായില്ല. ഭഗവാൻ നേരെ ദാസ് ഗുരുവിനെ അടുത്ത് വിളിച്ചിട്ട് ഹൃദയത്തിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ ദർശനം നോക്കിക്കോളാൻ പറഞ്ഞു. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും വിഠലിന്റെ രൂപം ദാസ് ഗുരുവിന്റെ മനസ്സിൽ വന്നു. അങ്ങനെ ദാസ് ഗുരു സപ്താഹം അങ്ങോട്ട് തുടങ്ങി. സപ്താഹം കൃത്യമായിട്ട് അവസാനിച്ച് കഴിഞ്ഞപ്പോഴേക്കും ദാസ് ഗുരുവിന് വിഠലിന്റെ ദർശനം കിട്ടിയെന്നാണ് പറയുന്നത്. നമ്മളിപ്പോ ഈ സപ്താഹം വായന എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ 51 അധ്യായം നമ്മൾ വായിച്ചുണ്ടാക്കുകയാണ്. 51 ദിവസം കൊണ്ട് ഈ അധ്യായങ്ങൾ മുഴുവൻ സച്ചരിതം വായിച്ചുണ്ടാക്കുകയാണ്.
നമുക്കും ഇതുപോലൊരു പ്രാർത്ഥന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമില്ല, നമ്മളുടെ അന്നദാന മണ്ഡപം ഒരു പ്രധാന ഘടകമാണ്. നമ്മൾ 4-5 വർഷമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമുക്കിതുവരെ അതിൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 65 ലക്ഷം രൂപയാണ്. നമുക്കിപ്പോൾ ഒരു 5 ലക്ഷം രൂപയോളം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ 60 ലക്ഷം രൂപ നമ്മൾ 100 പേരിൽ നിന്ന് 60,001 രൂപ വച്ച് വാങ്ങിച്ചിട്ട് അത് പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സപ്താഹം വായനയോട് കൂടിയിട്ട് അത് നടക്കണം എന്നുള്ളൊരു വലിയൊരു പ്രാർത്ഥന നമുക്കുണ്ട്. എല്ലാവരും ഈ വായന കേൾക്കുമ്പോൾ ഇത് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോടൊപ്പം ഒന്ന് പറയുക, എത്രയും പെട്ടെന്ന് ഇത് പൂർത്തീകരിക്കണം. അങ്ങനെ നാമസപ്താഹം ഗംഭീരമായിട്ട് നടന്നു. സപ്താഹത്തിന്റെ അവസാന ദിവസം ദാസ് ഗുരുവിന് ഷിർദിയിൽ തന്നെ വിട്ടല ദർശനവും കിട്ടി. പിന്നൊരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പുലർക്കാലം നമ്മുടെ കാക്കാ സാഹിബ് ദീക്ഷിത് ധ്യാനത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരം പെട്ടെന്ന് പൊരുത്തിരിച്ചു. ധ്യാനത്തിൽ അദ്ദേഹത്തിന് വിട്ടൽ ദർശനം കിട്ടി. അതുകൊണ്ടാണ് ആ പൊരുത്തിരിപ്പുണ്ടാവാൻ കാരണം. ആനന്ദവാനായി ബാബയുടെ സമീപം ദീക്ഷിത് ചെന്നപ്പോഴേ ബാബ ചോദിച്ചു, എന്താ വിട്ടൽ വന്നില്ലേ, നീ കണ്ടില്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, മുറുക്കം പിടിച്ചോളൂ, മഹാകുസൃതിയാണ്, വഴുതിപ്പോവും, തെല്ലും അശ്രദ്ധയായത്. അപ്പോ കാക്കാ സാഹിബിനോട് ഭഗവാൻ കാക്കാ സാഹിബിന് ദർശനം കിട്ടിയതൊക്കെ ഭഗവാൻ നേരത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. എന്നിട്ടാണ് ഇതൊക്കെ ചോദിക്കുന്നത് കാക്കാ സാഹിബ് അടുത്ത് വന്നപ്പോൾ. പിന്നെ മറ്റൊരു ലീല കൂടി നടന്നു. അന്ന് ഉച്ചയ്ക്ക് ഒരു കച്ചവടക്കാരൻ വിഠലിന് കുറെ പടങ്ങളുമായി വന്നു. ദീക്ഷിത് ആ ചിത്രം കണ്ട് സ്തബ്ധനായി. താൻ ധ്യാനത്തിൽ ദർശിച്ച അതേ വിഠലിന്റെ രൂപം. അതാണ് അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭാവം അത്യധികം ആഹ്ലാദത്തോടെ ദീക്ഷിത് ആ ചിത്രം വാങ്ങി. അതേ രൂപത്തിലായിരുന്നു, അതേ ഭാവത്തിൽ. തന്റെ പൂജാമുറിയിൽ അത് കൊണ്ട് സ്ഥാപിച്ചു. സായീശ്വരന് വിഠല ആരാധനയോടുള്ള താല്പര്യം വളരെയേറെ കൂടുതലായിരുന്നു. അതാണ് ഈ സംഭവം വിവരിക്കുന്നത്. വിഠോബായുടെ മഹാഭക്തനാണ് ഭഗവന്തറാവു, എന്റെ പിതാവ്. വർഷത്തിലൊരിക്കൽ അദ്ദേഹം പണ്ഡർപുരിയിൽ പോകും, ദർശനം നടത്തും. ശേഷം ദിനങ്ങളിൽ വിഠലിന്റെ വിഗ്രഹം വെച്ച് ആരാധിക്കും. ഇതായിരുന്നു പതിവ്. അങ്ങനെ കാലം പോകവേ പിതാവ് കാലഗതി അടഞ്ഞു. ഗൃഹഭരണം പുത്രനിലായി. അയാൾ വിഗ്രഹപൂജയും ഷിർദിയാത്രയും നിർത്തി. പക്ഷെ ഒരിക്കൽ അയാൾക്ക് ഷിർദിയിൽ പോകേണ്ടതായി വന്നു. അയാളെ കണ്ട ഉടനെ സായീശ്വരൻ അരുളി, നിന്റെ അച്ഛൻ എന്നോട് എന്തു സ്നേഹമായിരുന്നു, നിന്റെ അച്ഛന് എന്നോട് എന്ത് സ്നേഹമായിരുന്നു എന്നാണ് ഭഗവാൻ പറയണേ. ഇവനാകട്ടെ നൈവേദ്യം പോലും നൽകാതെ എന്നെയും വിഠലിനെയും പട്ടിണിക്കിട്ടു. മകൻ പൂജയൊക്കെ ആയിട്ടെങ്കിൽ കൂടിയും ഭക്ഷണം ഒന്നും കൊടുത്താൽ നിവേദ്യം കൊടുത്തിരുന്നില്ല എന്നർത്ഥം. അത് ഭഗവാൻ പറയാണ്. പക്ഷെ എനിക്ക് അവന്റെ പിതാവിനോടുള്ള സ്നേഹം വളരെ വലുത്. അതിനാൽ ഇവനെ ഞാൻ ഇവിടെ വരുത്തി. ഇവനെ എല്ലാ കാര്യവും ഞാൻ പഠിപ്പിക്കും. അങ്ങനെ നിത്യപൂജ ചെയ്യാൻ പ്രേരിപ്പിക്കും. അങ്ങനെ മകനെ ഇവിടെ ഭഗവാന്റെ അടുത്ത് കൊണ്ടുവന്നതിന് ശേഷം ഭഗവാൻ പറയാണ്, ഇവനെ ഞാൻ എല്ലാ പൂജയും പഠിപ്പിക്കും, ദിവസവും നിവേദ്യം കൊടുക്കാനൊക്കെ ഞാൻ പഠിപ്പിക്കുന്നു പറയാണ്. ദാസ് ഗുരുവിന് ഒരു ആഗ്രഹം തോന്നി. എന്താണ്? പ്രയാഗിലേക്ക് ഒന്ന് പോകണം. പക്ഷേ ഗംഗാ യമുന സരസ്വതി നദികളുടെ സംഗമസ്ഥാനം ഭഗവാനെ സംബന്ധിച്ചിട്ട് ഷിർദി തന്നെയാണ്. ഇത് ദാസഗുരുവിന്റെ അത്ര അങ്ങടെ മനസ്സിന്റെ ഉള്ളിൽ ഉറച്ചുണ്ടായിരുന്നില്ല. അങ്ങനെ ഭഗവാന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, ഈശ്വര, എനിക്ക് പ്രയാഗിലേക്കൊന്ന് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെന്ന് പറയാണ്. അപ്പൊ തന്നെ സായീശ്വരൻ പറഞ്ഞു, പ്രയാഗ് ഇവിടെ തന്നെയാണ്. സ്നാനത്തിനായി നീ അത്ര ദൂരം പോകേണ്ടതില്ല. ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കൂ, പ്രയാഗ് ഇവിടെ തന്നെയാണെന്ന്. ഇത് കേട്ട ദാസ്ഗുരു ബാബയുടെ തൃപ്പാദങ്ങളിൽ കൈവച്ച് നമസ്കരിക്കാനായിട്ട് കൈ ഒന്ന് തൊട്ടേ ഉള്ളൂ. അത്യത്ഭുതമായിരുന്നു അപ്പോൾ നടന്ന ഭഗവാന്റെ ആ ലീല. ബാബയുടെ ഇരുപാദങ്ങളിലെയും വിരലുകൾക്കിടയിൽ നിന്ന് ജലമൊഴുകാൻ തുടങ്ങി. ഗംഗയും യമുനയും ഒക്കെ തൃപ്പാദങ്ങളിൽ നിന്ന് അങ്ങനെ പ്രവഹിച്ചു തുടങ്ങി.
ദാസഗുരു ഇങ്ങനെ കൈ വെച്ചേ ഉള്ളൂ. അപ്പോഴേക്കും ഭഗവാന്റെ തൃപ്പാദത്തിൽ നിന്നും ഗംഗ യമുനയൊക്കെ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. ഇതൊരു മഹാലീലയാണ്. ഭക്തിപാരവശ്യത്താൽ ഭക്തന്റെ മിഴികളിൽ നിന്നും അശ്രുപ്രവാഹം തുടങ്ങി. അദ്ദേഹം എന്താ പറയാ, കണ്ണിൽ നിന്ന് കണ്ണീര് തുടങ്ങി. ഈ കാരണം ഇതിങ്ങനെ കാണുമ്പോ ആർക്കായാലും ഉണ്ടാകാവുന്നൊരു ഇതാണ്. ഭക്തിതരളിതമായ ആ ഹൃദയത്തിൽ നിന്നും കാവ്യ മധുരമായ സ്തുതികൾ ഉണർന്നു. ഇത് കണ്ട വഴിക്ക് അദ്ദേഹത്തിന്റെ വായിൽ നിന്നും ഇങ്ങനെ സ്തുതി കീർത്തനങ്ങൾ വരാൻ തുടങ്ങി എന്നാണ് പറയണത്. തന്റെ താപത്രയങ്ങളും അകറ്റാനായി പ്രാർത്ഥിച്ചുകൊണ്ട് ദാസ്ഗുരു ആ സ്തുതി സായീശ്വരന് സമർപ്പിച്ചു. തന്റെ എല്ലാ ഭാഗങ്ങളും മാറിക്കിട്ടാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനിലെ ഈ ഗീതങ്ങളൊക്കെ അങ്ങോട്ട് അർപ്പിച്ചു എന്നാണ് പറയണത്. മഹാപാപങ്ങൾ ഒഴുക്കിക്കളയുവാൻ ജനങ്ങള് ഗംഗയിലേക്കും അല്ലെങ്കിൽ മറ്റ് നദികളിലേക്കൊക്കെയാണ് പോണത്. പക്ഷെ ഇവിടെ ഗംഗയാവട്ടെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, തൃപ്പാദങ്ങളിലൂടെ. അതുകൊണ്ട് പറയാണ്, പുണ്യഫലത്തിനായി പാപനാശനത്തിനായി നാം സായീശ്വരന്റെ തൃപ്പാദങ്ങൾ ഉപേക്ഷിച്ച് ഗംഗയിലേക്കോ ഗോദാവരിയിലേക്കോ പോകേണ്ട കാര്യമില്ല. സായിയുടെ കഥാമൃതം നുകർന്നാൽ ധാരാളമായി ഈ സർവ്വപാപങ്ങളും പോവും, സർവ്വ അനുഗ്രഹങ്ങളും ഉണ്ടാവും എന്ന് പറയാണ്. അതുപോലെ സായീശ്വരനെ ആദ്യമായിട്ട് ശ്രുതിയിൽ കണ്ടത് ഒരു വേപ്പുമരത്തിന്റെ ചൂട്ടിലാണ്. ഭഗവാന്റെ ആഗമനം അങ്ങനെയാണ്, ഒരു വേപ്പുമരത്തിന്റെ ചൂട്ടിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. 16 വയസ്സ് പ്രായം, ഒരു ബാലഭാവം, ബ്രഹ്മജ്ഞാനി, സ്വപ്നത്തിൽ പോലും ലൗകിക സുഖ ഒന്നും ഇല്ലാത്തൊരവസ്ഥ. മായ അവിടുന്ന് അകറ്റി നിർത്തി. മായയെ അദ്ദേഹം അകറ്റി നിർത്തിയതായിരുന്നു എന്നർത്ഥം. മായ ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. മായയുടെ ശക്തിയൊന്നും ഭഗവാനിൽ ഏച്ചിയിരുന്നില്ല. മുക്തി ആ തൃപ്പാദങ്ങളെ സേവിച്ചു. സായിനാഥനെ കണ്ട് നാനാചന്ദ്രനെ ബുദ്ധമാതാവ് പറഞ്ഞു തുടങ്ങി. സുന്ദരനായ ബാലൻ വേപ്പുമരച്ചൂട്ടിൽ ധ്യാനത്തിലാണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ആദ്യമായിട്ട് കണ്ടത്. വളരെ സുന്ദരനായി മിടുക്കനായ ഒരു കുട്ടി. ബാലന്റെ കഠിനമായ ബ്രഹ്മചര്യം ഇളം പ്രായത്തിൽ തന്നെ ശരീരത്തിന്റെ ശീതോഷ്ണാദികളെ ഒരുപോലെ തന്നെ സ്വീകരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് ഗ്രാമവാസികൾ അങ്ങനെ സ്തബ്ധരായിട്ട് നിൽക്കുക. അതിസുന്ദരനായ ബാലൻ സദാ വേപ്പിൻ ചൂട്ടിൽ ഇരിക്കുമായിരുന്നു. ബാലനാണെങ്കിലും മഹാജ്ഞാനിയുടെ അവസ്ഥ. ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായി. ഒരു ഭക്തനിൽ ഖണ്ഡോബ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഭഗവാൻ ആവേശിച്ചു. ഭക്തൻ ഭാവാവേശത്താൽ വിറയ്ക്കാനും ആടാനും തുടങ്ങി. അതുകൊണ്ട് ഗ്രാമീണ ഭയഭക്തിയോടെ ചോദിച്ചു, സ്വാമി, ആ ബാലൻ ആരെന്ന് പറയാമോ? ഈ ഖണ്ഡോബയോട് ചോദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വിറയിൽ വന്നപ്പോൾ, ആവേശം വന്നപ്പോൾ അദ്ദേഹത്തിനോട് ജനങ്ങൾ ചോദിക്കുകയാണ്, ഈ സ്വാമി ആരാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. ഏത് പുണ്യാത്മാക്കളുടെ പുത്രനാണ്? എവിടെ നിന്ന് വന്നു? എവിടെ നിന്നാണ് ഈ ബാലൻ വന്നത് എന്ന് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. എന്തിനു വന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങള് ഭക്തജനങ്ങള് ചോദിക്കുകയാണ്. ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ഭക്തജനങ്ങളുടെ ചോദ്യത്തിനുത്തരമായി ഭാവവേഷം പൂണ്ടയാൾ ഒരു സ്ഥലം ചൂണ്ടിക്കാട്ടി അവിടെ കിളക്കാൻ കൽപ്പിച്ചു. അവർ അതനുസരിച്ചു. അങ്ങനെ കളിക്കാൻ തുടങ്ങിയോട് കൂടിയിട്ട് കുറച്ച് മണ്ണൊക്കെ കളിച്ചു മാറ്റിയപ്പോൾ കണ്ടത് അവിടെ അടുക്കി വെച്ചിരിക്കുന്ന ഇഷ്ടികകളാണ്. വീണ്ടും കുഴിച്ചു. അപ്പൊ പിന്നെ ഒരു പരന്ന ഒരു ശില അവിടെ കണ്ടു. അതെടുത്തു മാറ്റി. പിന്നെ നോക്കുമ്പോൾ ഒരു നിലവറയില് 4 വിളക്കുകൾ കത്തുന്നു. അവിടെ ഒരു പീഠം, ജപമാല, മരപ്പലകകൾ, ഇതൊക്കെയാണ് ഈ പൗരം പറഞ്ഞ പ്രകാരം കളിച്ചു മറിച്ചപ്പോ കണ്ട കാര്യങ്ങൾ. ഇതൊക്കെ കണ്ടപ്പോ വേഗം ഒരു ഓടിച്ചെന്നു. ആ കുട്ടിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നപ്പോ ബാലൻ വ്യക്തമായൊന്നും പറഞ്ഞില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, അതെന്റെ ഗുരുവിന്റെ സ്ഥാനമാണ്, അത് പവിത്രമായിട്ട് പരിരക്ഷിക്കണമെന്ന് ബാലൻ പറഞ്ഞു. ബാലൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാലോ, സാക്ഷാൽ സിദ്ധി സായിബാബയാണ് പറയണേ. ആൽമരം പുണ്യവൃക്ഷമാണ്, വേപ്പുമരവും. അതുപോലെ തന്നെ പുണ്യവും പരിശുദ്ധവുമായി ബാബ കരുതി
അവിടെ മാലസപതി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ മാലസപതിയും ഭക്തന്മാരും ഈ വേപ്പിന്റെ ചുവട് ബാബയുടെ ഗുരുസ്ഥാനമായി കരുതി. ഇന്നും അത് അങ്ങനെ തന്നെ കരുതി വരികയാണ്. നമുക്കറിയാം, ഷിർദി പോകുമ്പോൾ അവിടെ ഒരു വേപ്പമരമുണ്ട്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മരത്തിൽ നിന്ന് വീഴുന്ന ഇല വളരെ മധുരമുള്ളതാണ്. കാരണം ഞാനത് കഴിച്ചു നോക്കിയിട്ടുണ്ട് ഷിർഡി പോയപ്പോൾ. ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലാണ് അത് ചിലപ്പോൾ നമുക്ക് കിട്ടുക. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഞാൻ പോയപ്പോൾ എനിക്ക് ഒരെണ്ണം കിട്ടി, അത് പ്രദർശനം വെച്ചു. ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് തറയൊക്കെ കെട്ടി ഇപ്പം അത് ബന്ധോസാക്കിയിരിക്കുക. കാരണം ആൾക്കാർ വടിയെടുത്തൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചു തുടങ്ങി. അപ്പോൾ അത് കാരണം ഇപ്പോൾ അത് ബന്ധോസാക്കിയിട്ട്, എന്നാലും നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടിക്കൂടായില്ല. താഴത്ത് സ്വയമേവ വീഴുന്നത് നമുക്കിനിപ്പോൾ വടിയെടുക്കാനും പിടിക്കാനൊന്നും പറ്റില്ല, കാരണം അത്രയും ബന്ധോസാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ആ ഭഗവാൻ ഗുരുസ്ഥാനമായിട്ടാണ് കരുതി ആരാധിച്ചു വരുന്നത്. അതിൻ്റെ കൂടെ എന്തുണ്ടായി? ആ വേപ്പുമരം നിൽക്കുന്ന സ്ഥലവും പരിസരവും ഒക്കെ ഭക്തനായ ഹരിവിനായക സതേ കാശ് കൊടുത്ത് വാങ്ങിച്ചു. ഇനി അത് വേറെ ആരും കൊണ്ടുപോയി അത് ബുദ്ധിമുട്ടാക്കണ്ടെന്ന് വെച്ചിട്ട് അദ്ദേഹം അവിടെ നല്ലൊരു സത്രം നിർമ്മിച്ചു. ആദ്യകാലത്ത് ഈ സത്രമായിരുന്നു ഷിർദിയിൽ ഭക്തജനങ്ങൾക്കുള്ള ഒരേ ഒരു താമസ സ്ഥലം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭഗവാന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഈ ഭക്തൻ ഹരിവിനായക സതേ എത്ര വലിയ കാര്യം ചെയ്തിരിക്കണമെന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് അതിന് ശേഷം വേപ്പിൻ മരത്തിന് ചുറ്റും പ്രത്യേകം തറ കെട്ടി ഭക്തന്മാർക്ക് അതിൽ കയറിയിരിക്കുവാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. വ്യാഴം വെള്ളി ദിനങ്ങളിൽ അവിടം വൃത്തിയാക്കി സാമ്പ്രാണി പുകയ്ക്കുന്നവനെ ശ്രീഹരി അനുഗ്രഹിക്കുമെന്ന് ഒരിക്കൽ സായി വിശ്വനൻ അരുളി. കാരണം ആ വേപ്പമരം അത്രയും പുണ്യമാണ്. സായി ഭഗവാന്റെ ഗുരുസ്ഥാനമായിട്ട് കരുതുന്നതുകൊണ്ട് അവിടെ സാമ്പ്രാണി പുകയ്ക്കൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രീഹരി ഭഗവാൻ ശ്രീഹരി അനുഗ്രഹിക്കുന്നതാണ് സായീശ്വരൻ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഏറെ കഴിഞ്ഞാണ് ദീക്ഷിത് സത്രം ഉണ്ടാക്കിയത്. അപ്പോൾ അവിടെ ഒരു ദീക്ഷിത് എന്ന് പറഞ്ഞ ഒരു ഭക്തനുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അവിടെ ഒരു സത്രം ഉണ്ടാക്കി. മഹാഭക്തനായിരുന്നു കാക്കാ സാഹേബ് ദീക്ഷിത്. അദ്ദേഹത്തിന്റെ ശരിയായിട്ടുള്ള പേര് കാക്കാ സാഹേബ് ദീക്ഷിത് എന്നാണ്. അദ്ദേഹം ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന കാലത്തായിരുന്നു ആ സംഭവം. അദ്ദേഹം ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഷിർദി വന്ന് ഭഗവാനെ ദർശിക്കാനായിട്ട് വരും. ആ സമയത്താണ് ഇപ്പൊ ആദ്യം പറഞ്ഞിട്ടുള്ള സത്രം കണ്ടോടുകൂടിയിട്ട് അദ്ദേഹത്തിന് തോന്നി ഒരെണ്ണം ഇതുപോലെ പണിയണം. അദ്ദേഹം അവിടെ പണിതു. പിന്നീട് ദീക്ഷിതിന് ഒരു അനുഭവം ഉണ്ടായി. ദീക്ഷിതിന് ഒരു അപകടത്തിൽ കാലിന് മുടന്ത് വന്നു. സത്യത്തിൽ ആ മുടന്ത് അനുഗ്രഹമായി തീർന്നു. കാരണം അതുമൂലമാണ് അദ്ദേഹം ഷിർദിയിലെത്തിയത്. നാനാ സാഹേബ് ചന്ദോർക്കർ അദ്ദേഹത്തോട് ഷിർദിയിൽ പോകാനും സായി ദർശനം ചെയ്യാനും ഉപദേശിച്ചു. അതോടെ കാലിന് വൈകല്യം മാറുമെന്നും ഉറപ്പ് കൊടുത്തു. അപ്പൊ നോക്കൂ, ഭഗവാനെ ദർശിക്കുന്ന മാത്രയില് എന്തെല്ലാം അത്ഭുത ലീലകളാണ് ഭഗവാൻ ചെയ്തുകൊണ്ടിരിക്കണേ. മുടന്ത് മാറ്റുക എന്നാലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യന് നടക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളൊരു കാര്യം നമുക്കറിയാൻ വിഷമിക്കാം. നമുക്ക് ചെറുതായിട്ട് മുള്ളു കുത്തിയാൽ തന്നെ നമുക്ക് നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ പിന്നെ മുടന്ത് വന്നുള്ള കാര്യം പറഞ്ഞാൽ ആക്സിഡന്റ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ, പക്ഷെ അത് ഭഗവാനെ ദർശന മാത്രയിൽ തന്നെ അത് മാറി എന്നാണ് പറയണേ. അതോടെ കാലിന്റെ വൈകല്യം മാറുമെന്നും ഉറപ്പ് കൊടുത്തു. പൂർവകർമ്മ സുഹൃത്താൽ അദ്ദേഹം ഷിർദിയിലെത്തി സായി ദർശനം നേടി. പക്ഷേ പ്രാർത്ഥിച്ചത് മനസ്സിന്റെ വൈകല്യം മാറ്റണേന്നാണ്. മുടന്ത് മാറ്റണം പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത്. അവിടെ പോയപ്പോ മനസ്സിന്റെ വൈകല്യം മാറ്റണേ. നമുക്ക് നോക്കൂ, നമ്മള് ഗുരുവായൂർ ദർശനത്തിനൊക്കെ പോവാറുണ്ട്. ഭഗവാൻ കൃഷ്ണനെ കണ്ടിട്ട് നമ്മൾ പലതും വിചാരിക്കും. പല കാര്യങ്ങളും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് ഭഗവാനെ കൃഷ്ണനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതും പറയണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ പോകണത്, അല്ലെ? പക്ഷെ നമ്മൾ ആ ഭഗവാൻ കൃഷ്ണനെ ഫേസ് ടു ഫേസ് കാണുന്ന സമയത്ത്, മുഖാമുഖം ആ ഭഗവാന്റെ നടയിൽ, ശ്രീകോവിലിന്റെ നടയിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ശൂന്യമാവും, ഒന്നും ഉണ്ടാവില്ല. ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് മാത്രമേ നമ്മൾ വിചാരിക്കുള്ളൂ. അതൊരു ദർശനത്തിന്റെ ഒരു വലിയൊരു പുണ്യമാണ്. നമ്മുടെ മനസ്സ് അവിടെ സീറോ ബാലൻസ് ആവുന്നു എന്നുള്ളതാണ്. കാരണം നമ്മുടെ എല്ലാ ചിന്തകളും അവിടെ നശിച്ച് ഭഗവാനെ കാണുന്ന മാത്രയിൽ തന്നെ, ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണുന്ന മാത്രയിൽ തന്നെ നമ്മളെല്ലാം മറന്ന് ആ ഭഗവാനെ വിളിക്കുക. അല്ലയോ ഭഗവാനെ രക്ഷിക്കണേ ഗുരുവായൂരപ്പ
നമ്മൾ പലതും പറയണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. നമുക്ക് ചിലപ്പോൾ കല്യാണത്തിന്റെ കാര്യങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ വീട് വെക്കണം, അല്ലെങ്കിൽ ജോലി കിട്ടണം, അല്ലെങ്കിൽ പരീക്ഷ പാസ്സാവണം, അങ്ങനെ പലതും വിചാരിച്ചിട്ടുണ്ടാവും ഓരോരുത്തർ ചെല്ലണം. പക്ഷെ അവിടെ ചെല്ലുന്ന മാത്രയിൽ തന്നെ ഇതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹം ഭഗവാനെ കണ്ടപ്പോൾ തന്നെ അങ്ങനെ മുടന്തിന്റെ കാര്യമൊന്നുമല്ല ചോദിക്കുന്നത്, എന്റെ മനസ്സിന്റെ വൈകല്യങ്ങളൊക്കെ മാറണം, എന്റെ മനസ്സ് ശുദ്ധമാണേ ഭഗവാനെ എന്നാണ് അദ്ദേഹത്തിന് ചന്ദോകർക്കറിന് നാനാ സാഹിബ് ചന്ദോകർ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ ചെന്ന് പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്, മനസ്സിന്റെ വൈകല്യങ്ങൾ മാറണേ എന്നാണ് പറഞ്ഞത്. എന്താണ് മനുഷ്യ ശരീരം? കുറെ അസ്ഥികളും മാംസവും തൊലിയിൽ മുറുക്കി കെട്ടിയിരിക്കുന്ന ഒരു ഭാണ്ഡം. അതിന് ചെറിയൊരു വൈകല്യമുണ്ടെങ്കിൽ തന്നെ എന്ത്? ആ അദ്ദേഹത്തിന്റെ മനസ്സ് അത്ര കണ്ട് എന്താ പറയാ, ദീക്ഷിതിന് വളരെയധികം അങ്ങോട്ട് ഭഗവാനെ കണ്ടപ്പോൾ തന്നെ ഈ ശരീരത്തിനൊക്കെ എന്തുണ്ടായ എന്ത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ മനസ്സിന് വൈകല്യം വന്നാൽ വലിയ അപകടം. ഇന്നത്തെ കാലത്ത് മനസ്സിന് വൈകല്യം വന്ന ആൾക്കാരെ ഏറ്റവും കൂടുതലും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ആ അപകടത്തിലായിരിക്കുന്നത്. അപ്പോൾ ആ ആത്മീയമായിട്ടുള്ള ചിന്ത മനസ്സിൽ നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിവിടെ നല്ല രീതിയിൽ പെരുമാറാനും ജീവിക്കാനും ഒക്കെ സാധിക്കുള്ളൂ. അപ്പം മനസ്സിന്റെ വൈകല്യമാണ് മാറേണ്ടത്. നമ്മൾ പറയില്ലേ മനസ്സ് നന്നാവണം. എന്താ ഈ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിന്റെ ഉള്ളിൽ ചിന്താശക്തിയെ എന്താ പറയാ ഉത്ബോധിപ്പിക്കുന്ന ഒരു ശക്തിയാണ് മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് വൈകല്യം വന്നു കഴിഞ്ഞാൽ പറയണ്ടല്ലോ. സായീശ്വരനെ ദർശിച്ചതോടെ ഇനി ശ്രുതിയിൽ തന്നെ താമസിക്കാമെന്ന് നിശ്ചയം അദ്ദേഹത്തിന് ഉണ്ടായി. ദീക്ഷിത് അവിടെ പോയി ഭഗവാനെ കണ്ട് മുടന്തിന്റെ കാര്യമൊക്കെ മറന്ന് മനസ്സ് നന്നാവണം എന്നൊക്കെ പ്രാർത്ഥിച്ചു കൂടിയിട്ട് പിന്നെ ദീക്ഷിത് ഇംഗ്ലണ്ടിലേക്കൊന്നും പോകാൻ തീരുമാനിച്ചില്ല. ഇനി ഭഗവാന്റെ കൂടെ ജീവിക്കാനായിട്ട് തീരുമാനിച്ചു, അവിടെ തന്നെ കൂടാൻ തീരുമാനിച്ചു. അങ്ങനെ സ്വന്തം ആവശ്യത്തിനും ഭക്തന്മാർക്കും വേണ്ടി അദ്ദേഹം ഒരു സത്രം നിർമ്മിച്ചു. 1910 ഡിസംബർ 10 അതിന്റെ ശിലാസ്ഥാപനം. ഓർമ്മിക്കേണ്ട പലതും അന്നുണ്ടായി. നാനാ സാഹേബ് ഗർദിക്ക് ഗൃഹത്തിലേക്ക് മടങ്ങാൻ സായീശ്വരൻ അനുമതി കൊടുത്തു. ചാവടിയിൽ ആരതിയും തുടങ്ങി. അന്നത്തെ ദിവസമാണ് ചാവടിയിൽ ആരതി തുടങ്ങണേ. അതാണ് ഒരു മഹാകാര്യം അവിടെ നടന്നു എന്ന് പറയണേ. 1911 സത്രം പണി പൂർത്തിയായി. അപ്പൊ ആലോചിക്കൂ, ഒരു കൊല്ലം കൊണ്ട് ആ സത്രം പണി നടന്നു എന്നാണ് പറയണത്. രാമനവമി ദിവസം ഹാളിൽ താമസവും തുടങ്ങി. നമ്മൾ ഇതുപോലെ ഒരെണ്ണം ആഗ്രഹിച്ച് തുടങ്ങുന്നുണ്ട്. കാരണം നമ്മൾ സത്രമല്ല, അന്നദാന മണ്ഡപമാണ് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കണേ. അപ്പോൾ ആ അന്നദാന മണ്ഡപം നമ്മൾ 3-4 വർഷമായി ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യണം എന്ന് വിചാരിക്കണം. ഇപ്പോൾ അതെ അതിനുള്ളൊരു സാഹചര്യം വന്ന് കുറേ ആൾക്കാരുടെ സഹകരണത്തോട് കൂടിയിട്ട് അത് ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അതും ഇതുപോലെ തന്നെ ഭഗവാൻ നടത്തി തരട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് എല്ലാവർക്കും. ഭട്ടി അതിമനോഹരമായ കെട്ടിടം നിർമ്മിച്ചു. പിന്നീട് ഭഗവാന്റെ മഹാസമാധിസ്ഥലമായി മാറിയത്. ആ ഭട്ടി നിർമ്മിച്ച ഹാളാണ് ഇപ്പോൾ മഹാസമാധിയായിട്ട് നമ്മളിവിടെ ക്ഷേത്രമായിട്ട് നമ്മൾ ദർശനം നടത്തുന്ന സ്ഥലം. അങ്ങനെ ഒന്നുമില്ലാത്ത ദിക്കിൽ 3 സത്രങ്ങൾ, ഒന്നും ഉണ്ടായിരുന്നില്ല ശ്രുതിയിൽ, അവിടെ 3 സത്രങ്ങൾ ഉണ്ടായി. അങ്ങനെയാണ് ഈ ഭഗവാൻ എൻ്റെ ഓരോ ലീലകളും ഓരോ അധ്യായത്തിലും നമുക്ക് കേട്ട് കോൾമയർ കൊള്ളുന്ന ആ ഒരു അവസ്ഥ, മനസ്സിന്റെ അത്രയും പരിപാവനമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ്. ഇങ്ങനെയാണ് 4-ാം അധ്യായം ഇവിടെ അവസാനിക്കുന്നത്. ഓം ജയ് സായിറാം, നമഃ ശിവായ.